ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന ബഹുജന പ്രസ്ഥാനമായി ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ മാറിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാന കർഷക അവാർഡ് പ്രഖ്യാപിച്ചു. കർഷക ദിനാഘോഷ ഉദ്ഘാടനവും അവാർഡ് വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞായറാഴ്ച തൃശൂരിൽ നിർവഹിക്കും. ഇന്ന് ലോക അവയവദാന ദിനം. ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന സ്മൃതിവന്ദനം പരിപാടി മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നത് ലക്ഷ്യമിട്ട് വായനയ്ക്ക് ഗ്രേസ് മാർക്ക് നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. ഗുണനിലവാരമില്ലാത്ത വെളിച്ചെണ്ണയുടെ ഉത്പാദനവും വിപണനവും തടയുന്നതിനുള്ള പരിശോധനകൾ സംസ്ഥാനത്ത് തുടരുന്നു. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യത്തിന്റെ 79ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ പുരോഗമിക്കുന്നു. ക്യാമ്പയിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വസതിയിൽ ദേശീയ പതാക ഉയർത്തി. രാജ്യത്തെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന ബഹുജന പ്രസ്ഥാനമായി ക്യാമ്പയിൻ മാറിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര ഉദ്ഘാടനം ചെയ്തു. വികസിത ഭാരതവും വികസിത കേരളവും യാഥാർത്ഥ്യമാക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജമ്മു കാശ്മീരിൽ ഉറി സെക്ടറിലെ നിയന്ത്രണ രേഖയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം തടയുന്നതിനിടെയുണ്ടായ ഏറ്റുമുട്ടലിലാണ് സൈനികൻ കൊല്ലപ്പെട്ടത്. പ്രദേശത്ത് സൈന്യത്തിന്റെ തിരച്ചിൽ പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സംസ്ഥാന കർഷക ദിനാഘോഷ ഉദ്ഘാടനവും കർഷക അവാർഡ് വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞായറാഴ്ച തൃശൂരിൽ നിർവഹിക്കും. തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി പ്രസാദ് അധ്യക്ഷനാകും. പരിപാടിയുടെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്ര, കർഷക സെമിനാർ, പൊതുസമ്മേളനം എന്നിവ നടക്കും. സംസ്ഥാന കർഷക അവാർഡ് മന്ത്രി പി പ്രസാദ് തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചു. പുതുതായി ഏർപ്പെടുത്തിയ 6 അവാർഡുകൾ ഉൾപ്പെടെ ആകെ 46 വിഭാഗങ്ങളിലാണ് ഇത്തവണ അംഗീകാരം നൽകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സി അച്യുതമേനോൻ അവാർഡ് വയനാട് മീനങ്ങാടി സ്വന്തമാക്കി. മികച്ച കൃഷിഭവനുള്ള പുരസ്കാരം മലപ്പുറം താനാളൂർ കൃഷിഭവൻ നേടി. ഇന്ന് ലോക അവയവദാന ദിനം. അവയവദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റുന്നതിനും അവബോധം വളർത്തുന്നതിനുമാണ് ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത്. ആൻസറിംഗ് ദ കാൾ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. അവയവദാനത്തിലെ സുതാര്യതയെക്കുറിച്ച് കേസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് ആകാശവാണി വാർത്തകളോട്. കേരളത്തിലെ അവയവദാന സംവിധാനം ഏകോപിപ്പിക്കുന്ന ഏജൻസി കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ 2021 കേസോട്ടോ രൂപീകരിച്ചതും. ആ കേസോട്ടോ ആണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും അവയവദാന ശസ്ത്രക്രിയകളിലെ അല്ലെങ്കിൽ മരണാനന്തര അവയവദാനത്തിന്റെ പ്രക്രിയ ഏകോപിപ്പിക്കുന്നത്. അവയവം ലഭ്യമാകുന്ന മുറയ്ക്ക് മുൻഗണനാക്രമം അനുസരിച്ച് കേസോട്ടോയാണ് അവയവ വിന്യാസം നടത്തുന്നത്. അതുകൊണ്ട് മസ്തിഷ്ക മരണാനന്തര അവയവദാനത്തിലൂടെ അവയവം ലഭിക്കുന്നതിന് ഇടനിലക്കാരന്റെ ഇടപെടലുകളോ ആശുപത്രികളുടെ നേരിട്ടുള്ള ഇടപെടലുകളോ ഇല്ല. എല്ലാം സർക്കാർ ഏജൻസിയായ കേസോട്ടോ മുഖാന്തരം മാത്രമാണ് കേരളത്തിൽ അത് നടക്കുന്നത്. മരണാനന്തരം അവയവം ദാനം ചെയ്ത വ്യക്തികളെ അനുസ്മരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന സ്മൃതിവന്ദനം പരിപാടി മന്ത്രി വീണ ജോർജ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. അവയവദാതാക്കളുടെ കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിക്കും. വൈകിട്ട് വഴുതക്കാട് ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന പരിപാടിയിൽ ആന്റണി രാജു MLA അധ്യക്ഷനാകും. KSFE 1 ലക്ഷം കോടി ബിസിനസ് നേടിയതിന്റെ പ്രഖ്യാപനവും ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിക്കും. മന്ത്രി GR അനിൽ ഓണം സമൃദ്ധി ഗിഫ്റ്റ് കാർഡിന്റെ ഉദ്ഘാടനം ചടങ്ങിൽ നിർവഹിക്കും. നടൻ സുരാജ് വെഞ്ഞാറമൂട് വിശിഷ്ട അതിഥിയാകും. ഈ മാസം 30 നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള രജിസ്ട്രേഷൻ ആലപ്പുഴയിൽ ആരംഭിച്ചു. വള്ളംകളി കാണാൻ KSRTC വഴി നൽകുന്ന ടിക്കറ്റുകളുടെ വിതരണ ഉദ്ഘാടനവും നടന്നു. വള്ളംകളി ട്രാക്കിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനാൽ പുന്നമട സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ ഹൌസ് ബോട്ടുകളുടെ പാർക്കിംഗ് ഈ മാസം 31 വരെ നിരോധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. വിയ്യപുരം, പായിപ്പാടൻ, ചെറുതന, ആലപ്പാടൻ തുടങ്ങിയ ചുണ്ടൻ വള്ളങ്ങൾ രജിസ്ട്രേഷൻ നടത്തിക്കഴിഞ്ഞു. വള്ളംകളി കാണാൻ KSRTC വഴി നൽകുന്ന ടിക്കറ്റുകളുടെ വിതരണത്തിനായി ആലപ്പുഴ KSRTC ഡിപ്പോയിൽ പ്രത്യേക കൗണ്ടർ തുടങ്ങി. കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം എന്നീ ഡിപ്പോകളിലും പ്രത്യേക കൗണ്ടറുകൾ ആരംഭിക്കുന്നുണ്ട്. നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി ടിക്കറ്റ് വിൽപ്പനയും ഉടൻ ആരംഭിക്കും. സപ്ലൈകോ ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഓണത്തോടനുബന്ധിച്ച് കേരഫെഡ് വെളിച്ചെണ്ണ സപ്ലൈകോ വിൽപ്പനശാലകളിൽ 457 രൂപയ്ക്ക് ലഭ്യമാക്കുമെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. ഉപഭോക്താക്കൾക്ക് 2 ലിറ്റർ കേര വെളിച്ചെണ്ണയാണ് ലഭിക്കുക. സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി വെളിച്ചെണ്ണ കാർഡ് 1-ന് സബ്സിഡി നിരക്കായ 349 രൂപയ്ക്ക് 1 ലിറ്റർ വീതവും ലഭിക്കും.
ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി വെളിച്ചെണ്ണ ഉൽപാദന വിപണന കേന്ദ്രങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകൾ തുടരുമെന്ന് മന്ത്രി വീണ ജോർജ്. വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം സംബന്ധിച്ച പരാതികൾ ടോൾ ഫ്രീ നമ്പറായ 1800-425-1125 അറിയിക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നത് ലക്ഷ്യമിട്ട് വായനയ്ക്ക് ഗ്രേസ് മാർക്ക് നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. അടുത്ത അധ്യയന വർഷം മുതൽ തീരുമാനം നടപ്പിലാക്കും. കലോത്സവത്തിൽ വായനയുമായി ബന്ധപ്പെട്ട ഒരു ഇനം കൂടി ഉൾപ്പെടുത്താൻ ആലോചനയുണ്ടെന്നും മന്ത്രി അറിയിച്ചു. വായന പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കായി ആഴ്ചയിൽ ഒരു പീരീഡ് മാറ്റിവെക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്ന് എറണാകുളത്തെ കേരള ഫൈൻ ആർട്സ് സൊസൈറ്റി ഹാളിലും നാളെ ഫോർട്ട് കൊച്ചിയിലെ ഇന്ത്യൻ നേവി മാരിടൈം മ്യൂസിയത്തിലും നാവികസേനയുടെ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. വൈകുന്നേരം 6-നാണ് പരിപാടി. ഇന്ന് വൈകുന്നേരം 6:30 കണ്ണൂർ പയ്യന്നൂരിലെ ഷേണായി ടൌൺ സ്ക്വയറിലും ബാൻഡ് പ്രകടനമുണ്ടാകും. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രഭാഷണ പരമ്പരയെ ആസ്പദമാക്കി മേരാ യുവഭാരതും ഗ്ലോബൽ ഗിവേഴ്സ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച മത്സരത്തിൽ വിജയിച്ച തിരുവനന്തപുരം ജില്ലയിലെ 30 വിദ്യാർത്ഥികൾ ഡൽഹിയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കും. രാജ്യ തലസ്ഥാനത്തെ ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങൾ സന്ദർശിക്കാനും രാഷ്ട്രപതി, ലോക്സഭാ സ്പീക്കർ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവരുമായി സംവദിക്കാനും വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും. കണ്ണൂർ ജില്ലയിലെ ജലലഭ്യതയുടെയും ഉപഭോഗത്തിന്റെയും ഭാവി ആസൂത്രണത്തിന്റെയും കണക്കുകൾ ഉൾപ്പെടുത്തി ജലബജറ്റ് തയ്യാറാക്കുന്നു. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഒരു ജില്ലാ ജലബജറ്റ് തയ്യാറാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജില്ലയിലെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ജലബജറ്റ് തയ്യാറായി കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാ ജലബജറ്റ് തയ്യാറാക്കുന്നത്. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ബജറ്റ് തയ്യാറാക്കുക. ജലം കൂടുതൽ ഉപയോഗിക്കുന്ന വിഭാഗങ്ങൾ, പ്രദേശങ്ങൾ, കുറവ് ഉപയോഗിക്കുന്ന പ്രദേശങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളും ജലബജറ്റിൽ ഉൾപ്പെടുത്തും. പൊതുകുളങ്ങൾ, തോടുകൾ, മറ്റ് ജലസംഭരണികൾ എന്നിവയുടെ പട്ടിക, ഉപ്പുവെള്ളം കയറുന്ന സ്ഥലങ്ങളുടെ വിശദാംശങ്ങൾ, വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ, വരൾച്ച അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ എന്നിവയും ജലബജറ്റ് ഉൾപ്പെടുത്തും. തൃശൂരിൽ ഇന്നലെയുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ BJP, CPIM പാർട്ടി ഓഫീസുകൾക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. സംഘർഷത്തിൽ പരിക്കേറ്റ BJP പ്രവർത്തകരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശുപത്രിയിൽ സന്ദർശിച്ചു. അതേസമയം തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മുൻ മന്ത്രിയും CPI നേതാവുമായ VS സുനിൽകുമാറിന് നൽകിയ നോട്ടീസിന് അദ്ദേഹം ഇന്ന് മറുപടി നൽകും. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് സംബന്ധിച്ച ആരോപണങ്ങളിൽ ഊർജിത അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരോപണങ്ങൾക്ക് മറുപടി പറയണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയ തന്ത്രമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ആരോപണം ഉന്നയിക്കുന്നവർ തെളിവുകളുമായി കോടതിയെ സമീപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. 64ാമത് സുബ്രതോ കപ്പ് അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റിന് ഈ മാസം 19-ന് തുടക്കമാകും. ജൂനിയർ ആൺകുട്ടികൾ, പെൺകുട്ടികൾ, സബ് ജൂനിയർ എന്നീ 3 വിഭാഗങ്ങളിലായി 106 ടീമുകൾ പങ്കെടുക്കും. അടുത്ത മാസം 25 വരെ ഡൽഹിയിലും ബംഗളൂരുവുമായി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിൽ 200-ലധികം മത്സരങ്ങൾ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 153 പോയിന്റ് ഉയർന്ന് 80,389-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 79 പോയിന്റ് നേട്ടത്തിൽ 24,567-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 40 രൂപ കുറഞ്ഞ് 74,320 രൂപയും ഗ്രാമിന് 9,290 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന ബഹുജന പ്രസ്ഥാനമായി ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ മാറിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാന കർഷക അവാർഡ് പ്രഖ്യാപിച്ചു. കർഷക ദിനാഘോഷ ഉദ്ഘാടനവും അവാർഡ് വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞായറാഴ്ച തൃശൂരിൽ നിർവഹിക്കും. ഇന്ന് ലോക അവയവദാന ദിനം. ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന സ്മൃതിവന്ദനം പരിപാടി മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നത് ലക്ഷ്യമിട്ട് വായനയ്ക്ക് ഗ്രേസ് മാർക്ക് നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. ഗുണനിലവാരമില്ലാത്ത വെളിച്ചെണ്ണയുടെ ഉത്പാദനവും വിപണനവും തടയുന്നതിനുള്ള പരിശോധനകൾ സംസ്ഥാനത്ത് തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.